ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ തയ്യാറാക്കുന്നത് ഗോതമ്പ് ദോശയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ട് ഡിന്നറിന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റുള്ള റെസിപ്പിയാണിത്. കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളക്, 1 ടീസ്പൂൺ പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ കുറച്ച് കൂടുതൽ ചേർക്കണം. എരിവ് കുറച്ച് മതിയെങ്കിൽ ഈ ചില്ലി ഫ്ലേക്സ് ഒഴിവാക്കാവുന്നതാണ്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഹാൻഡ് വിസ്ക് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കട്ടയില്ലാതെ നമ്മളിത് കുഴച്ചെടുക്കണം, അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ദോശ മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം ഈ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഗോതമ്പ് ദോശ തയ്യാറാക്കുന്നതിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ദോശ ചുടുന്നതിന് വേണ്ടിയിട്ട് ഒരു തവ സ്റ്റൗവിലേക്ക് വയ്ക്കാം. അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ച് നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഏകദേശം മാവൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഒരല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഇഷ്ടമില്ലാത്തവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഈ നെയ്യ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വീണ്ടും ഒരു തവി മാവ് കോരി ഒഴിച്ച് ഇതുപോലെ നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം. അതിലേക്ക് അല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുമായിട്ടുണ്ട് നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല രുചികരമായ ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. താങ്ക്